മോഹൻലാൽ ഈയിടെ ഷാർജയിൽ ചെന്ന് മാധ്യമത്തിൻ്റെ എക്സ്പോ നടക്കുന്ന മാധ്യമത്തിൻ്റെ ഒരു അവാർഡ് സ്വീകരിച്ചു. അതാണ് തെറ്റുപറ്റിയത്. മാധ്യമത്തിൻ്റെ അവാർഡ് സ്വീകരിച്ചു എന്ന് വെച്ചാൽ അതൊരു തീവ്രവാദ സംഘടന ആയതുകൊണ്ട് അത്തരം സംഘടനകളുടെ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ പത്രം എഴുതിയിരുന്നത്. അതേ സ്ഥാനത്ത് ഈ പത്രം നിയമവിരുദ്ധമാണെങ്കിൽ നിരോധിക്കാമായിരുന്നു. ഇത് നിരോധിച്ചിട്ടുമില്ല. ഇങ്ങനെ ബഹളമുണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവർ പിൻവലിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആലോചിച്ചത് എന്താ, മോഹൻലാൽ ശക്തമായ, അതായത് RSS പോലെയുള്ള സംഘടന, RSSൻ്റെ വലിയ മുഖപത്രമാണ് ഓർഗനൈസർ, അവർ പോലും എഴുതിയ ഈ ലേഖനം പിൻവലിക്കണമെങ്കിൽ മോഹൻലാൽ എത്ര കണ്ട് ശക്തനായിരിക്കണം, സ്വാധീനമുള്ളവരായിരിക്കണം എന്ന് ആലോചിച്ചു പോയി. വെറുതെ ആലോചിച്ചതല്ല. നമ്മൾ അതിൻ്റെ പുറകിലേക്ക് പോയപ്പോൾ മോഹൻലാൽ ഈ ചിരിച്ചും കളിച്ചും നടക്കണമെങ്കിലും മോഹൻലാൽ അതിശക്തനാണ്. എങ്ങനെ? അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം പിടികിട്ടിയത്. മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ. ആ വിശ്വശാന്തി ഫൗണ്ടേഷൻ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആരൊക്കെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉള്ളത്? അണ്ടനും അടകോടനൊന്നുമല്ല. RSSൻ്റെയും BJPയുടെയും വലിയ വലിയ ശക്തരായ നേതാക്കന്മാർ അതിൻ്റെ പുറകിലുണ്ട്. അതിൽ മെമ്പർമാരാണ്, ബോർഡ് മെമ്പർമാരാണ്, എല്ലാവിധം ആൾക്കാരും ഉണ്ട്.